ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കും നമ്മൾ ഗുളികയുടെ കവറുകൾ വെച്ചാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള കാർഡ്ബോർഡ് പീസിൽ നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. വൈറ്റ് കളർ പെയിൻറ്റും ബ്ലൂ കളർ പെയിൻറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിതിൽ കൊടുത്തെടുക്കുന്നത്. ഇതുപോലെ നമ്മളതിൽ പെയിൻറ്റ് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചെറിയൊരു ബാംബൂ ട്രീ ആണ് പെയിൻറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതിൽ അതും കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ വളഞ്ഞു നിൽക്കുന്ന ഒരു ബാംബൂ ട്രീ ആണ് നമുക്കിതിൽ പെയിൻറ്റ് ചെയ്തെടുക്കേണ്ടത്. ബാംബൂ ട്രീയിലേക്ക് കയറുന്ന പാണ്ടയെയാണ് നമ്മളിതിൽ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ വൈറ്റ് പെയിൻറ്റും കൂടെ ഇതിൽ ഇതുപോലെ ഒന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഗുളികയുടെ കവറിൽ നിന്നും ഒരെണ്ണം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അതിലേക്ക് ഒട്ടിച്ചെടുക്കണം. ഇനി നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ള ബാംബൂ ട്രീയിലേക്ക് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതിന് ആദ്യം വൈറ്റ് പെയിൻ്റ് ഒന്ന് കൊടുത്തെടുക്കാം. അപ്പോൾ ഇതുപോലെ വൈറ്റ് പെയിൻറ്റ് നമ്മളതിൽ കൊടുത്തെടുത്തിട്ടുണ്ട്. അത് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മളിതിൽ ബ്ലാക്ക് പെയിൻറ്റ് കൊടുക്കുന്നത്. ഇനി നമുക്കതിൻ്റെ കണ്ണുകളുടെ ഭാഗം പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളതിൻ്റെ മൂക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെയായിട്ട് ചെവികൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. 2 ചെവികളും നമ്മൾ ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളതിൻ്റെ കൈകളാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ അതും പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിൽ വൈറ്റ് കളർ വരുന്ന ഭാഗം പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗം പെയിൻറ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇനി അതിൻ്റെ കാല് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ള മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. നമുക്കിതിൻ്റെ അടിയിൽ ഡബിൾ സൈഡ് ടാപ്പൊക്കെ ഒട്ടിച്ച് ഫ്രിഡ്ജിൻ്റെ ഡോറിലൊക്കെ വെക്കാം. ഇനി നമ്മളതിൻ്റെ വായ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ചെവിയിലും നമ്മൾ ഈ ഒരു കളർ കുറച്ചൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിൻ്റെ 4 സൈഡിലും ഈ ഒരു പെയിൻറ്റ് കൊണ്ട് തന്നെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗുളികയുടെ കവർ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ആദ്യത്തെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ രണ്ടാമത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് റൗണ്ട് ഷേപ്പിലുള്ള കാർഡ്ബോർഡ് പീസാണ് എടുത്തിട്ടുള്ളത്. ഈ 2 ഗുളികയുടെ കവറുകളിൽ നിന്നും നമ്മൾ ഇതുപോലെ 5 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് കാർഡ്ബോർഡ് പീസിലേക്ക് ഒട്ടിച്ചെടുക്കണം. ഇതിൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല, ഈ വൈറ്റ് കളർ ഭാഗത്താണ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം ഒന്ന് വെച്ച് നോക്കുകയാണ്. ഇതുപോലെയാണ് നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ആദ്യം ഗ്രീൻ കളർ പെയിൻ്റ് ആണ് കൊടുക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഗ്രീൻ കളർ പെയിൻറ്റ് ഇതുപോലെ കൊടുക്കുകയാണ്. നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ള എല്ലാത്തിലും നമുക്ക് ഇതുപോലെ കൊടുക്കണം. ഇനി നമ്മൾ എടുത്തിട്ടുള്ള യെല്ലോ കളർ പെയിൻറ് കൊണ്ട് ഇതുപോലെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ എന്താണ് ചെയ്തെടുക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ വാട്ടർമെലനാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് വരുന്ന ഭാഗത്തും കൂടെ പെയിൻറ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ വേസ്റ്റ് ഗുളികയുടെ കവറുകളൊക്കെ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്രാഫ്റ്റ് വർക്കുകൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ വൈറ്റ് പെയിൻറ് ഉപയോഗിച്ച് വരച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ബ്ലാക്ക് കളർ പെയിൻറ് ഉപയോഗിച്ച് അതിൽ സീഡ്സൊക്കെ ഇതുപോലെ പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലും നമ്മളിതിന് ചുറ്റുമായിട്ട് ബ്ലാക്ക് കളർ കൊണ്ട് ഡോട്ടുകൾ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്രാഫ്റ്റ് വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മൂന്നാമത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കാർഡ്ബോർഡ് പീസാണ്. ഇതിലും നമ്മളൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെയാണ് നമ്മളിതിൽ പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ബ്ലാക്ക് കളറും വൈറ്റ് കളറും കൂടെ മിക്സ് ചെയ്ത് ഇവിടെ ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊരു കുട്ട പോലെ പെയിൻറ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. ആദ്യം നമ്മളിത് ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബ്ലാക്ക് കളർ ഉപയോഗിച്ച് ഇതുപോലെ ഇതിലൊന്ന് വരച്ചു കൊടുക്കാം. ഇതുപോലത്തെ ഗുളികയുടെ കവറുകൾ വെച്ച് നമ്മുടെ ചാനലിൽ വേറെയും ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്നും കുറച്ചെണ്ണം കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതിൽ ഈ വലുതൊരെണ്ണം നമുക്ക് ഇവിടെ ആയിട്ട് ഒട്ടിച്ചെടുക്കണം.
ഇനി നമ്മൾ പേന ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബാക്കിയുള്ള 3 നമുക്ക് ബലൂൺ പോലെ ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കാർഡ്ബോർഡ് പീസ് കുറച്ചും കൂടെ വലുപ്പം വേണമായിരുന്നു. ഇതുപോലെ നമ്മൾ ഏതായാലും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ളതിലെല്ലാം നമുക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ കാർഡ്ബോർഡിൻ്റെ പീസ് കുറച്ചും കൂടെ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. നമ്മളതിൽ ഒട്ടിച്ചെടുത്തിട്ടുള്ള ഹൈഡ്രജൻ ബലൂൺ കുറച്ചും കൂടെ മുകളിലായിട്ടാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇനി നമ്മൾ ഇതിന് പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെയും ചെവികളും കൈകളും എല്ലാം നമ്മൾ പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ വേസ്റ്റ് ഐറ്റം വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഗുളികയുടെ കവറുകൾ വെച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള മറ്റ് ക്രാഫ്റ്റ് വർക്കുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ നമ്മുടെ 3ാമത്തെ ക്രാഫ്റ്റ് വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന ഗുളികയുടെ കവറുകൾ വെച്ച് നമ്മൾ 3 ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തെടുത്തു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ 3 ക്രാഫ്റ്റ് വർക്കുകളും പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.